നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി മീഡിയ പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. ഫലസ്തീൻ പുഞ്ചിരിക്കാതെ ലോകം അവസാനിക്കില്ല എന്ന പ്രവാചക വചനം യാഥാർത്ഥ്യമാകുന്നതിന്റെ ലക്ഷണങ്ങളാണ് അന്തർദേശീയ തലത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന വലിയ യാഥാർത്ഥ്യം മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്. പ്രത്യേകിച്ചും ഇസ്രായേലിനെ അവരുടെ ദീർഘകാല സൗഹൃദ രാജ്യങ്ങൾ തള്ളിപ്പറയുന്നു എന്ന വലിയ വസ്തുത അന്തർദേശീയ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണിത്. പ്രത്യേകിച്ചും ഇന്നലെ മാധ്യമങ്ങൾ നിറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ഇസ്രായേലിന്റെ എക്കാലത്തെയും വിശ്വസ്ത സുഹൃത്തായ നെതർലൻഡ് അവരുടെ വിദേശ ഭീഷണിയുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റിലേക്ക് ഇസ്രായേലിനെ പെടുത്തുന്നു എന്നതാണ്. റഷ്യയെയും ഇറാനെയും നേരത്തെ തന്നെ നെതർലാൻഡ് ഈ ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ട്. അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് തങ്ങളുടെ രാജ്യത്തിന് നേരിടുന്ന ഭീഷണി അങ്ങനെയുള്ള രാജ്യങ്ങളിലൊന്നായി ഇസ്രായേലിനെ ഇപ്പോൾ നെതർലൻഡ് പെടുത്തുന്നു എന്നതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്നത്. നേരത്തെ ആംസ്റ്റർഡാമിൽ നടന്ന ഒരു ക്ലബ്ബ് ഫുട്ബോൾ മത്സരവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലി ക്ലബിനു നേരെ ഉണ്ടായ ആക്രമണങ്ങളിൽ ഇസ്രായേൽ കുറച്ചധികം നെതർലാൻഡ് പൗരന്മാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും ഒക്കെ പ്രതിയാക്കി ആ ലിസ്റ്റ് നെതർലൻഡിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണിപ്പോൾ നെതർലൻഡിനെ ചൊടിപ്പിക്കുന്നത്. തങ്ങളുടെ രാഷ്ട്രത്തിലെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കന്മാരെയും പൗരന്മാരെയും ഒക്കെ ഇസ്രായേൽ കേസുകളെ പ്രതിയാക്കിയതാണ് ഇപ്പോൾ നെതർലാൻഡിനെ ചൊടിപ്പിക്കുന്നത് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ അന്തർദേശീയ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. മറ്റൊന്ന്, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം നെതർലാൻഡാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതി നേരത്തെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും മുൻ ഇസ്രായേലി പ്രതിരോധ മന്ത്രി യോഗാലന്റെയുമെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. ഗസയിൽ നടത്തിയ വംശഹത്യയുടെയും ഉന്മൂലീകരണത്തിൻ്റെയും ഒക്കെ പേരിൽ അവർക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. പക്ഷേ ഇസ്രായേൽ ഇതിനെ തുടർന്ന് ഈ അന്തർദേശീയ നീതിന്യായ കോടതിയെ ബഹിഷ്കരിക്കുന്ന തീരുമാനങ്ങളുമായും ഒപ്പം അതിലെ ഉദ്യോഗസ്ഥന്മാരെ ബഹിഷ്കരിക്കുന്ന തീരുമാനങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോയിരുന്നു. അതിപ്പോൾ നെതർലാൻഡിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന വാർത്തയും പുറത്തു വരികയാണ്. അന്തർദേശീയ നീതിന്യായ കോടതിയുടെ ഉദ്യോഗസ്ഥരെയും അതിൻ്റെ അന്തസ്സിനെയും ഒക്കെ കാത്തുസൂക്ഷിക്കുവാൻ അയർലൻഡ് ബാധ്യസ്ഥമാണ് എന്ന രീതിയിൽ അയർലൻഡിൻ്റെ ഔദ്യോഗികമായ പ്രതികരണം ഉണ്ടാകുന്നു ഈ അവസരത്തിൽ എന്ന വലിയ വാർത്തയും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെതിരെ ഉപരോധം വേണമെന്ന രീതിയിൽ ഇപ്പോൾ നെതർലൻഡിൻ്റെ അകത്ത് നിന്ന് വലിയ സ്വരമുയരുന്നുണ്ട്. പ്രത്യേകിച്ചും അവിടെ നടത്തുന്ന സർവേയിലൊക്കെ ഗസയിൽ നടത്തുന്ന വംശഹത്യയുടെയും ഉന്മൂലീകരണത്തിൻ്റെയും ഇസ്രായേലിനെ ഇസ്രായേലിനെ പൂർണ്ണമായും ബഹിഷ്കരിക്കണം, സൈനികമായും സാമ്പത്തികമായും ഇസ്രായേലുമായിട്ട് ഒരു സഹകരണവും പാടില്ല എന്ന രീതിയിൽ കൂടുതൽ നെതർലൻഡ് പൗരന്മാരും അഭിപ്രായപ്പെടുന്നു എന്ന വലിയ വാർത്ത നെതർലൻഡിലെ പത്രങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അതിനെ ഉദ്ധരിച്ചുകൊണ്ടൊക്കെ ഇന്ന് മലയാളത്തിലെ മിക്ക മാധ്യമങ്ങളും വാർത്തകൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ട് എന്ന വലിയ യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. മറ്റൊന്ന്, സ്പെയിനും അയർലൻഡും യൂറോപ്യൻ യൂണിയനിലെ മറ്റ് രണ്ട് ശക്തരാജ്യങ്ങളായ സ്പെയിനും അയർലൻഡും വളരെ ശക്തമായി തന്നെ ഇസ്രായേലിനെതിരെ രംഗത്തുണ്ട്. ഇസ്രായേലിനെതിരെ ഉപരോധം ഏർപ്പെടുത്തണം, യൂറോപ്യൻ യൂണിയന്റെ ഗവേഷണ പദ്ധതിയായ ഹൊറിസണിൽ നിന്ന് ഇസ്രായേലിനെ പുറത്താക്കണം എന്ന് ഈ രണ്ട് രാജ്യങ്ങളും ആവശ്യപ്പെടുന്നു എന്ന വാർത്തയും ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ചയാണ്. പക്ഷേ ഇറ്റലിയും ജർമ്മനിയും എതിർക്കുന്നത് കൊണ്ട് തന്നെ താൽക്കാലികമായി ഈ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. പക്ഷേ ഭാവിയിൽ കൂടുതൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരായി രംഗത്ത് വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന വലിയ ചർച്ച നടക്കുകയാണ്. പ്രത്യേകിച്ചും ഇറ്റാമിർ ബെൻഗീർ, ദേശീയ സുരക്ഷാ മന്ത്രി, ഇസ്രായേലിന്റെ ധനമന്ത്രി ബെൽസിലിയോസ് ബൺട്രിച്ച് എന്നിവരെ നെതർലൻഡ് വിലക്കുന്നു എന്ന വാർത്തയും പുറത്തു വരികയാണ്. അതായത് നെതർലൻഡിലോട്ട് കടക്കുന്നതിന് ഇവരുടെ മേൽ ബഹിഷ്കരണം ഏർപ്പെടുത്തുന്നു. ഈ രണ്ട് മന്ത്രിമാരെയും, ഇറ്റാമിർ ബെൻഗീറിനെയും മെൻസിലിസ് ബോർച്ചിനെയും നെതർലൻഡ് ബഹിഷ്കരിക്കുന്നു. നെതർലൻഡിലേക്ക് കടക്കുവാൻ രണ്ടുപേരെയും അനുവദിക്കുന്നില്ല എന്ന വാർത്തയും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ്. ഇവരുടെ മേലിൽ നെതർലൻഡ് ചുമത്തുന്ന കുറ്റം എന്ന് പറയുന്നത് ഗസയിൽ വംശഹത്യയ്ക്ക് ആഹ്വാനം ചെയ്തു, വെസ്റ്റ് ബാങ്കിൽ ജൂത കുടിയേറ്റക്കാരോട് ഗസക്കാരുടെ ഈ പാർപ്പിടങ്ങളൊക്കെ കയ്യേറി അവിടെ താമസിക്കുവാൻ പരസ്യമായി ആഹ്വാനം ചെയ്തു എന്ന കുറ്റമാണ് ഇവരുടെ പേരിൽ ആരോപിക്കപ്പെടുന്നത്. പ്രത്യേകിച്ചും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ വളരെ ശക്തമായ പ്രതിഷേധം ഇസ്രായേലിനെതിരെ ഉണ്ടാകുന്നുണ്ട്. ഇസ്രായേലിന്റെ ദീർഘകാല സൗഹൃദ രാജ്യങ്ങളിൽ പലരും ഇസ്രായേലിനെതിരെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. മിക്കപ്പോഴും വളരെ ജനപ്രക്ഷോഭങ്ങൾ ഇസ്രായേലിനെതിരെ ഈ രാജ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നെതർലൻഡിലും ഒപ്പം അയർലൻഡിലും സ്പെയിനിലും എന്നൊക്കെയുള്ള വാർത്തകൾ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്യുന്നു. ഇന്നലെയൊക്കെ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത G7-ലെ 3 രാജ്യങ്ങൾ ഫ്രാൻസും ബ്രിട്ടനും കാനഡയും വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗസയിൽ ഈ മാസത്തോടുകൂടി വെടിനിർത്തൽ ഉണ്ടായില്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ശക്തമായ പ്രതികരണമുണ്ടാകും, ഇസ്രായേലിനെ പൂർണ്ണമായും ബഹിഷ്കരിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകും. ഒപ്പം സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിൽ വെച്ച് ഫലസ്തീനെ പൂർണ്ണ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കും എന്ന പ്രഖ്യാപനം G7-ലെ പ്രമുഖമായ 3 രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയാണ്. ഫ്രാൻസ്, ബ്രിട്ടൻ, കാനഡ. മാർക്ക് കർണി, കാനഡ പ്രധാനമന്ത്രി, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇന്നലെ മാധ്യമങ്ങൾക്ക് പങ്കുവച്ചിരുന്നു. UK പ്രധാനമന്ത്രി കെൻ സ്റ്റീമറും അങ്ങനെ തന്നെയാണ് അഭിപ്രായപ്പെടുന്നത്. കനേഡിയൻ
പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ ശബ്ദം കൂടുതൽ ദൃഢവും ശക്തവുമാണ്. ഇമാനുവൽ മാക്രോൺ ഈ സംഘർഷങ്ങൾ തുടങ്ങുന്ന ആദ്യ സമയങ്ങളിൽ തന്നെ വളരെ ശക്തമായ നിലപാടുകൾ ഇസ്രായേലിനെതിരെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന വ്യക്തിത്വമാണ്. അദ്ദേഹം ഇപ്പോൾ ഉറപ്പിച്ചു തന്നെ പറയുകയാണ്, വെടിനിർത്തൽ, ഗസയിലെ മനുഷ്യഹത്യയ്ക്ക് ഇസ്രായേൽ വിരാമമിട്ടില്ലെങ്കിൽ, പൂർണ്ണമായ വെടിനിർത്തൽ നടപ്പിലാക്കിയില്ലെങ്കിൽ സെപ്റ്റംബറിൽ ഫലസ്തീനെ പൂർണ്ണ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, പ്രവാചകന്റെ വാക്കുകൾ, അതായത് ഗസ അല്ലെങ്കിൽ ഫലസ്തീൻ പുഞ്ചിരിക്കാതെ ലോകം അവസാനിക്കില്ല എന്ന വാക്കുകൾ യാഥാർത്ഥ്യമാവുകയാണ്. പതിറ്റാണ്ടുകൾ നീണ്ട ഒരു ജനതയുടെ കൊടിയ പീഡനത്തിന് താൽക്കാലികമായല്ല പൂർണ്ണമായ വിരാമം ഉണ്ടാകുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകളൊക്കെ സൂചിപ്പിക്കപ്പെടുന്നത്. പ്രത്യേകിച്ചും സൗദി അറേബ്യയുടെയും GCCയിലെ മറ്റു രാജ്യങ്ങളുടെയും ഒക്കെ ശക്തമായ ഇടപെടൽ ഉണ്ടാകുന്നു. ഇറാന്റെ ഭാഗത്തു നിന്നും വളരെ ശക്തമായ നയതന്ത്ര നീക്കങ്ങൾ ഉണ്ടാകുന്നു. പതിറ്റാണ്ടുകൾ നീണ്ട കൊടിയ പീഡനത്തിന് സമാശ്വാസമാകുന്ന രീതിയിൽ ആ രാജ്യം പതുക്കെ പതുക്കെ സ്വതന്ത്രത്തിലേക്ക് നീങ്ങുന്നു ദൃഢമായ കാൽവയ്പ്പുകളുടെ എന്ന വാർത്ത തന്നെയാണ് പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. അതിന് ഒരുപക്ഷെ പതിറ്റാണ്ടുകൾ, ആയിരക്കണക്കിന് കുട്ടികളുടെയും ഉമ്മമാരുടെയും ഒക്കെ ജീവനുകൾ, രക്തസാക്ഷിത്വങ്ങൾ നൽകേണ്ടി വന്നിട്ടുണ്ടാകാം. പക്ഷേ ആ ബലിയർപ്പിക്കപ്പെട്ട, ആ ഫലസ്തീൻ്റെ സ്വതന്ത്ര പന്താബിൽ ബലിയർപ്പിക്കപ്പെട്ട കുട്ടികളുടെ ആത്മാവിനെ ആശ്വസിക്കുവാൻ പറ്റുന്ന രീതിയിലേക്ക് ലോകം കൂടുതൽ ഫലസ്തീൻ അനുകൂലമായി ചിന്തിക്കുന്നു എന്ന ശുഭസൂചകമായ വാർത്ത തന്നെയാണ് മിക്ക മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പ്രത്യേകിച്ചും ഭരണകൂടങ്ങൾ എത്രത്തോളം ഇസ്രായേലിനോട് ചാഞ്ഞു നിന്നാലും യൂറോപ്യൻ യൂണിയനിലെ ജനങ്ങൾ, മനുഷ്യത്വപരമായി ചിന്തിക്കുന്ന ആളുകൾ ഗസയ്ക്കൊപ്പം നിൽക്കുന്നു എന്ന വലിയ വാർത്ത തന്നെ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ്. പ്രത്യേകിച്ചും കേരളത്തിലെ ചില മാധ്യമങ്ങൾ ചില പ്രത്യേക ജനവിഭാഗമാണ് ഗസയിൽ അതിജീവിക്കുന്നത് എന്നതിൻ്റെ പേരിൽ അത് ഒരു തീവ്രവാദ പോരാട്ടമൊക്കെ ആക്കി അതിൻ്റെ വില കുറച്ചു കളയുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ലോകത്തിൻ്റെ മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത വലിയൊരു ജനവിഭാഗം ആളുകൾ, പ്രത്യേകിച്ചും അന്തരിച്ചുപോയ മാർപ്പപ്പ ഉൾപ്പെടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് ഗസയ്ക്കൊപ്പം ചലിക്കുന്നു എന്നത് ആ പ്രദേശത്തിന് വലിയ സമാശ്വാസമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായ ജനങ്ങൾ ജാതിയും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനും ഒക്കെ അതീതമായി ഗസയ്ക്കൊപ്പം നിൽക്കുന്നു. ഗസയുടെ മട്ടിടി മരണത്തിൽ അവരുടെ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുന്നു എന്ന വലിയ വസ്തുത കൂടി നമ്മൾ ഈ അവസരത്തിൽ ചേർത്ത് വെക്കേണ്ടതുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ചില ഓൺലൈൻ മാധ്യമങ്ങൾ ആ വാർത്തകളൊക്കെ വളച്ചൊടിച്ച് അവരുടെ സൗകര്യത്തിന് ഒപ്പിച്ച് നീങ്ങുന്നുണ്ടെങ്കിലും സത്യം അതല്ല എന്ന വലിയ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ പരസ്പരം അംഗീകരിച്ചുകൊണ്ട് ഇസ്രായേലിലെയും ഫലസ്തീനിലെയും ജനങ്ങൾ രണ്ട് സ്വതന്ത്ര രാജ്യങ്ങളായി നിലനിന്നുകൊണ്ട് മാത്രമേ രണ്ടു രാജ്യങ്ങളും പൂർണ്ണമായി ഈ സ്വതന്ത്രത്തിൻ്റെ ശുദ്ധവായു ശ്വസിക്കൂ എന്ന പച്ചയായ പരമമായ യാഥാർത്ഥ്യമുണ്ട്. കാരണം രണ്ടു രാജ്യത്തെയും തീവ്ര മനോഭാവം വെച്ചു പുലർത്തുന്ന ആളുകളാണ് രണ്ടു രാജ്യത്തെയും സ്വതന്ത്രത്തെ തടഞ്ഞു നിർത്തുന്നത്. ഒരു വിഭാഗം തീവ്ര സയനിസ്റ്റുകൾ ഫലസ്തീന് സ്വാതന്ത്ര്യം കൊടുക്കുന്നതിനെ എതിർക്കുന്നതിനോടൊപ്പം തന്നെ തീവ്ര അറബ് മനോഭാവം വെച്ചു പുലർത്തുന്ന ഫലസ്തീനികൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെയും അംഗീകരിക്കുന്നില്ല. പക്ഷേ രണ്ടുപേരും തമ്മിലുള്ള ഒരു സമരസത്തിലൂടെ മാത്രമേ, അഥവാ രണ്ടുപേരും പരസ്പരം അംഗീകരിച്ചുകൊണ്ട് മാത്രമേ, രണ്ടും പരസ്പര സഹോദര രാജ്യങ്ങളാണെന്ന് അംഗീകരിച്ചുകൊണ്ട് മാത്രമേ രണ്ട് രാജ്യങ്ങൾക്കും നിലനിൽപ്പുള്ളൂ. അല്ലെങ്കിൽ രണ്ടു രാജ്യങ്ങളിലെയും ജനങ്ങൾ പതിറ്റാണ്ടുകളോളം ഇങ്ങനെ ചോര വാർന്ന് മരിച്ചുകൊണ്ടേയിരിക്കും എന്നതാണ് യാഥാർത്ഥ്യം. തൽക്കാലം ഈ വീഡിയോ വാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.